ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ലഭ്യമാക്കുക, കേസ് പുനരന്വേഷിക്കണമെന്നും കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ച് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ധർണ UDF ചെയർമാൻ പി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പെൺകുട്ടിക്ക്, ഒരു കൊച്ചുകുട്ടിക്കുണ്ടായ ദാരുണമായ മരണത്തിന് ഉത്തരവാദിത്വം ആ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വെറുതെ വിട്ടതിൽ കേരളത്തിലെ ഭരണകൂടത്തിനും ആ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണങ്ങളായ പോലീസിനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇന്ന് സമരരംഗത്തിറങ്ങിയിട്ടുള്ളത്. നാടും നഗരവും ഒന്നിച്ചു പറയുകയാണ്. നാലാൾ കൂടുന്നിടത്ത് എല്ലാവരും പറയുന്നു, ഈ പിഞ്ചു കുഞ്ഞിനെ നശിപ്പിച്ച ആ പിശാചിനെ ശിക്ഷിക്കണമെന്നാണ് പറയുന്നത്. കൃത്യം ഒരു കൊല്ലം മുമ്പ് കൃത്യം നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് തന്നെ അവിടെ എത്തുന്നത്. പോലീസ് എത്തി കുറ്റവാളി എന്ന് സംശയിക്കുന്ന ഡിവൈഎഫ്ഐക്കാരൻ ആ വീട്ടിലെ അടുത്ത ബന്ധുവാണ്. ബന്ധു എന്ന് പറഞ്ഞാൽ ബന്ധു ചമഞ്ഞ്, സേവന പ്രവർത്തനം ചമഞ്ഞ് ആ വീടും പരിസരവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ 3 ദിവസം കഴിഞ്ഞില്ല കേരളത്തിലെ പോലീസ് മന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി ആ അറസ്റ്റ് ചെയ്ത 9 പോലീസുകാരിൽ 8 പേർക്കും ബാഡ്ജ് ഓഫ് ഓണർ നൽകി അവരെ ആദരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NK ജയരാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, MA സിദ്ദിഖ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P മായ, കൗൺസിലർ PT രാധ, PP പാഞ്ചാലി, മുഹമ്മദ് സ്വാലിഖ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാറിലെ പ്രതിയുടെ കാര്യം തന്നെ, ആ പ്രതിയെ വെറുതെ വിട്ടപ്പോൾ ആ പ്രതിക്ക് 100 കണക്കിന് പോലീസിന്റെ സംരക്ഷണത്തിലാണ് ആ പ്രതിയെ അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത് പിണറായി വിജയന്റെ പോലീസ്. ഇന്ന് നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചു, വണ്ടിപ്പെരിയാർ വിഷയത്തില് ഡിവൈഎഫ്ഐ നേതാവ് അർജുന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതിയിൽ ഇതുപോലൊരു നെറികെട്ട നീതി നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ സർക്കാരിന്റെ വക്കീലിന് ഒരു ശബ്ദം പോലും ഉണ്ടാകാൻ കഴിയില്ല എന്നത് ഈ സർക്കാർ ഈ പറയുന്ന പ്രതികൾ കുറ്റമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കിവിടെ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ഗിരീശൻ മാസ്റ്റർ സൂചിപ്പിച്ചു. ഒരുപാട് സമര പോരാട്ടങ്ങൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷത്തിന്റെ വരവറിയിച്ച് വാണിയംകുളം കന്നുകാലി ചന്തയിൽ നടന്നത് 10 കോടി രൂപയുടെ കന്നുകാലി കച്ചവടം. കേരളത്തിലെ തന്നെ വലിയ കന്നുകാലി ചന്തകളിലൊന്നായ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ക്രിസ്മസ് വിപണിയുടെ ഭാഗമായി ഇന്നലെ നടന്നത് 10 കോടി രൂപയുടെ കച്ചവടം. സാധാരണയായി ചന്തയിൽ 5 കോടി രൂപ വരെയുള്ള കച്ചവടമാണ് ഉണ്ടാവാറുള്ളത്. വിലവർധനയുണ്ടെങ്കിലും കച്ചവടത്തിന് കുറവുണ്ടായില്ല. ക്രിസ്മസിന് മുമ്പുള്ള ചന്തയെന്ന നിലയിലാണ് തിരക്ക് വർദ്ധിച്ചത്. ഇത്തവണ തൃശൂർ, ആലുവ, പെരുമ്പാവൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് ധാരാളം കന്നുകാലികളെ കൊണ്ടുപോയതായി കച്ചവടക്കാർ പറഞ്ഞു. ദീപാവലിക്കു ശേഷം ചന്തയിൽ കച്ചവടം കുറവായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ക്രിസ്മസ് ചന്തയിൽ കന്നുകാലികളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കന്നുകാലികൾ എത്തിയത്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നായി 50 കന്നുകാലികളാണ് എത്തിയത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി പരിശോധന കർശനമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി കേക്ക് നിർമ്മാണ യൂണിറ്റുകൾ, ബേക്കറികൾ ഉൾപ്പെടെ 54 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ന്യൂനതകൾ കണ്ടെത്തിയ 5 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുന്നതിന് നോട്ടീസ് നൽകി.
കേക്ക്, വൈൻ ഉൾപ്പെടെ 41ഓളം ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. ഇവയുടെ പരിശോധനാ ഫലം ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും പുതുവത്സരം വരെ പരിശോധനകൾ തുടരുമെന്നും ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ വി ഷൺമുഖൻ അറിയിച്ചു. 3 സ്ക്വാഡുകളെയാണ് പരിശോധനയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരായ ഡോക്ടർ OP നന്ദകിഷോർ, TH ഹിഷാം അബ്ദുള്ള, ഡോക്ടർ CK അഞ്ജലി, ഡോക്ടർ ഫിർദൌസ്, ഡോക്ടർ AM ഹാസില, TC ശ്രീമ, S നയനലക്ഷ്മി, R ഹേമ, ഡോക്ടർ ജോബിൻ A തമ്പി, CP അനീഷ, AV വിനീത എന്നിവർ പരിശോധനാ സ്ക്വാഡുകൾക്ക് നേതൃത്വം നൽകി. നേരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. കോട്ടപ്പുറം ഹെലൻ കെല്ലർ അന്ധവിദ്യാലയത്തിൽ തുടർ പുനരധിവാസ വിദ്യാഭ്യാസ പരിശീലനത്തിന് തുടക്കമായി. കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്മാരക അന്ധവിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക അന്ധവിദ്യാലയ അധ്യാപക പരിശീലന കേന്ദ്രം സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ തുടർ പുനരധിവാസ വിദ്യാഭ്യാസ പരിശീലനത്തിന് തുടക്കമായി. ഉൾച്ചേർന്ന വിദ്യാഭ്യാസവും ദേശീയ വിദ്യാഭ്യാസ നയവും എന്ന വിഷയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിശീലന പരിപാടി ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് E രാജൻ അധ്യക്ഷനായി. ചെർപ്പുളശ്ശേരി BPC NP പ്രിയേഷ്, ഹെലൻ കെല്ലർ സ്കൂൾ പ്രധാന അധ്യാപിക നോബിൾ മേരി, അധ്യാപക പരിശീലന കേന്ദ്രം കോഴ്സ് കോർഡിനേറ്റർ കിരൺകുമാർ, VB അനുപമ എന്നിവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ 60ഓളം അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമായ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെയുള്ള പരിശീലന പരിപാടിയാണിത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് പ്രേംകുമാർ MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLAയുടെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം PWD റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് യോഗം ചേർന്നത്. യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയശ്രീയുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തി. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലെ 4 കിലോമീറ്റർ മുതൽ 8 കിലോമീറ്റർ വരെയുള്ള പാച്ച് പ്രവൃത്തി ജനുവരി ആദ്യ ആഴ്ചയ്ക്കകം പൂർത്തീകരിക്കാനും, അമ്പലപ്പാറ മേലൂർ കീഴൂർ റോഡ് 1.5 കിലോമീറ്റർ വരെയുള്ള BM and BC പ്രവൃത്തി റെസ്റ്റോറേഷൻ ഉൾപ്പെടെ ഫെബ്രുവരി 10-നകം പൂർത്തീകരിക്കാനും, പാലക്കാട് പൊന്നാനി റോഡ് സ്ട്രിപ്പ് BT പ്രവൃത്തി ഡിസംബർ 31-നകം പൂർത്തീകരിക്കാനും, ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലെ മുരുക്കുംപറ്റ ഭാഗത്തെ 200 മീറ്റർ BM and BC പ്രവൃത്തി ജനുവരി ആദ്യ ആഴ്ചയ്ക്കകം പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. കൂടാതെ ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിലെ 11 കിലോമീറ്ററോളം KSEBയും തൃക്കടീരി പഞ്ചായത്തും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് എസ്റ്റിമേറ്റുകൾ അടിയന്തരമായി സമർപ്പിക്കാനും, റെൻഡറിംഗിന് മുൻപായി PED സമർപ്പിക്കാനും, അടിയന്തരമായി പാച്ച് വർക്ക് ചെയ്യാൻ KRFBയോട് പ്രപ്പോസൽ സമർപ്പിക്കാനും യോഗം ആവശ്യപ്പെട്ടു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ദ്വിദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തും പാലക്കാട് JSSഉം സംയുക്തമായി മങ്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ സ്റ്റിച്ചിങ് ആൻഡ് എംബ്രോയിഡറി കോഴ്സിന്റെ സമാപനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. വലിയൊരു പരീക്ഷണമായിരുന്നു ആ പരീക്ഷ എന്നത്. എല്ലാവരും ജയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആരും തോറ്റിട്ടില്ല. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, ആരും തോൽക്കാനുള്ള സാഹചര്യം ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ 85 ദിവസം ഒരു കുടുംബം പോലെ ജോളിയായിട്ട് രാവിലെ വന്നു, ഉച്ചയ്ക്ക് വരുന്നവർ ഉച്ചയ്ക്ക് ശേഷം വന്നു, കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്തായാലും നമ്മൾ ചെലവാക്കിയ പൈസ നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. അപ്പൊ ഈ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ഈ സാധനം ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലേ?
അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, ഉപയോഗിക്കാൻ കഴിയും. അതിനിപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അവിടെയാണ്. ഈ കുടുംബശ്രീയുടെ സംവിധാനത്തിൻ്റെ പുറത്ത് എനിക്ക് ഇനി നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പ്രദർശനം നമ്മുടെ ഏതെങ്കിലും ഒരു പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ എന്താ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ പബ്ലിസിറ്റി ആവശ്യമാണ്. നമുക്ക് കഴിവുണ്ടായത് കൊണ്ട് കാര്യമില്ല. പബ്ലിസിറ്റി വരുമ്പോഴാണ് ജനങ്ങൾ ഇത് അറിയുന്നത്. ജനം അറിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുന്നത്, നമുക്ക് നമ്മുടെ ഈ കഴിവ് പ്രദർശിപ്പിക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ നമ്മൾ ചെലവാക്കിയ പൈസ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കുക, കുടുംബത്തിന് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നത് കൂടി നടക്കും. 85 ദിവസം നടന്നു വന്നിരുന്ന കോഴ്സിൽ 40 പേരാണ് പരിശീലനം നേടിയത്. KL ചന്ദ്രിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നുബൈബ പദ്ധതി വിശദീകരണം നടത്തി. തുളസി, സഹർബാനു തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. NRIG വർക്കർ ഒറ്റപ്പാലം ഏരിയ ശില്പശാല നടന്നു. NRIG വർക്കേഴ്സ് യൂണിയന്റെ ഒറ്റപ്പാലം ഏരിയ ശില്പശാല ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. സഖാവ് VK ചന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. സാമ്പത്തിക പിരിമുറുക്കം അനുഭവിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പൂർണ്ണമായ തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തരാവണമെങ്കിൽ അവർക്ക് കൃത്യമായി തൊഴിലുറപ്പ് ജോലി ഉറപ്പുവരുത്തണം. കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നമുക്ക് എങ്ങനെയാണ് തൊഴിൽ കിട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കില്ല. അങ്ങനെ ആ ധാരണ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രവൃത്തി നടത്തിക്കൊണ്ടുപോകും. ആ പ്രവൃത്തി പാലിച്ചു പോകേണ്ട കാര്യങ്ങൾ, നമുക്ക് തൊഴിൽ ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താണ് ജോലി വരാത്തത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ അത് വരും എന്ന് നമുക്ക് ഒരു ആശ്വാസവാർത്ത പറഞ്ഞുകൊണ്ട് നമ്മളെ ആശ്വസിപ്പിച്ച് നിർത്തുന്നു. ശമ്പളത്തെ സംബന്ധിച്ചോ മറ്റാനുകൂല്യങ്ങളെ സംബന്ധിച്ചോ നമ്മൾ യൂണിയൻ പറയുന്നതിനപ്പുറത്തേക്ക് നമുക്ക് കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. K. രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ M. റഹിയാനത്ത് അധ്യക്ഷത വഹിച്ചു. S. കൃഷ്ണദാസ്, P. ബാലൻ, K. രാധാകൃഷ്ണൻ, T. ലത തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ അവലോകന യോഗം ചേർന്നു. ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി P. മമ്മിക്കുട്ടി MLA അധ്യക്ഷതയിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെയും മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജന്മാരുടെയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു. നിലവിൽ 2 ബ്ലോക്കുകൾ ചേർന്ന് ഷെൽട്ടറുകൾ തുടങ്ങാനാണ് സർക്കാർ തീരുമാനമുള്ളത്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ബ്ലോക്ക് ഇല്ലാത്തതിനാൽ ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം എന്നിവിടങ്ങളിലെ ABC സെന്ററുകളുടെ പ്രവർത്തനം വികേന്ദ്രീകരിക്കണം എന്നതാണ് പ്രധാനമായും യോഗത്തിൽ ഉയർന്നുവന്നത്. അറിവ് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നതിനാലാണ് തെരുവുനായകൾക്ക് മനുഷ്യരെ ആക്രമിക്കാനുള്ള പ്രവണത കൂടുന്നതെന്ന് ചെർപ്പളശ്ശേരി വെറ്റിനറി ഹോസ്പിറ്റലിലെ സീനിയർ വെറ്റിനറി സർജൻ പറഞ്ഞു.
തെരുവ് നായകൾക്കും വാക്സിനേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉടൻ ഉണ്ടാവണമെന്ന് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ ഷൊർണൂർ മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് യോഗം തീരുമാനിച്ചതെന്നും ഉടൻ ഔദ്യോഗിക തലത്തിലുള്ള ഒരു യോഗം കൂടി ചേർന്നതിന് ശേഷം ഈ വിഷയത്തിൽ ക്രിയാത്മകമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. മണ്ഡലാടിസ്ഥാനത്തിൽ ഇത്ര യോഗം ചേരുമ്പോൾ ബ്ലോക്ക് തല സെക്രട്ടറിമാർക്ക് അല്ലെങ്കിൽ BDOമാർക്കാണ് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചുമതല കൊടുത്തിരുന്നത്. അപ്പോൾ ആ നിലയിൽ ഷൊർണൂർ മണ്ഡലത്തിൽ ഒരു ബ്ലോക്കില്ല, ഒരു ബ്ലോക്ക് ആസ്ഥാനമില്ലല്ലോ. ഷൊർണൂർ മണ്ഡലത്തിൽ വരുന്ന ചില പഞ്ചായത്തുകൾ ഒറ്റപ്പാലം ബ്ലോക്കിലും ചില പഞ്ചായത്തുകൾ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യോഗം വിളിച്ചു ചേർക്കാനും വേണ്ടി അവിടെ ജില്ലാടിസ്ഥാനത്തിലുള്ള യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ശ്രീകൃഷ്ണപുരം BDOനാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പം അദ്ദേഹമാണ് ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ പരിമിതിയെ സംബന്ധിച്ചൊക്കെ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ചെയർമാന്മാർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെറ്റിനറി കേന്ദ്രങ്ങളിൽ തന്നെ ഇതിൻ്റെ വാക്സിനേഷനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ സൗകര്യം കുറച്ചും കൂടി വിപുലപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ചരിത്രത്തിൽ ഇന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഓർമ്മദിനം. മലയാള സാഹിത്യത്തിലെ ഒരു ഇന്ത്യൻ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. കുടിയൊഴിക്കൽ, കന്നിക്കൊയ്ത്ത്, മാമ്പഴം തുടങ്ങിയ കൃതികൾക്ക് പേരുകേട്ട വൈലോപ്പിള്ളി കേരളത്തിലെ കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും കലാസാഹിത്യ പ്രേമികളുടെയും സംഘടനയായ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു. സാഹിത്യ അക്കാദമി അവാർഡ്, കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചേരാനെല്ലൂർ കൊച്ചുകുട്ടൻ കർത്തയുടെയും നാണിക്കുട്ടിയമ്മയുടെയും മകനായി എറണാകുളത്തെ കല്ലൂരിലാണ് വൈലോപ്പിള്ളിയുടെ ജനനം. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ച മേനോൻ ആദ്യം കല്ലൂരിലെ ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലും പിന്നീട് എറണാകുളത്തെ സെന്റ് ആൽബർട്ട് ഹൈസ്കൂളിലും ഔപചാരിക വിദ്യാഭ്യാസം നേടി. അവിടെ നിന്ന് 1924 ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദം നേടി. മദ്രാസിലെ സൈദാപേട്ട ട്രെയിനിങ് കോളേജിൽ നിന്ന് BT ബിരുദം വരെ വിദ്യാഭ്യാസം തുടർന്ന അദ്ദേഹം 1931 കണ്ടശങ്കടവ് സർക്കാർ ഹൈസ്കൂളിൽ സർക്കാർ സർവീസിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1966 സർവീസിൽ നിന്ന് വിരമിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതം അദ്ദേഹത്തെ കേരളത്തിലെ 20 വ്യത്യസ്ത സ്കൂളുകളിൽ എത്തിച്ചു. കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയ സാഹിത്യ സംഘടനകളുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. മുൻകാല സംഘടനാ സമിതിയിലും രണ്ടാമത്തെ ഡയറക്ടർ ബോർഡിലും അംഗമായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഔദ്യോഗിക മാസികയുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയും കലാകാരന്മാരുടെയും നേതൃത്വത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം 1981 രൂപീകൃതമായപ്പോൾ ആ സ്ഥാനം വഹിക്കുകയും ചെയ്തു. 1985 ഭാനുമതി അമ്മ എന്ന സ്കൂൾ അധ്യാപികയെ വിവാഹം കഴിച്ചു. അവർക്ക് ആയുർവേദ ഭിഷുകരനായ ശ്രീകുമാർ, ഹോമിയോപ്പതി ഡോക്ടറായ വിജയകുമാർ എന്നിങ്ങനെ 2 ആൺമക്കളുണ്ടായിരുന്നു. വൈലോപ്പിള്ളി ശ്രീധരമേനോന് 1964 സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. അതേ വർഷം തന്നെ കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന്റെ കൈപ്പവല്ലരി എന്ന സമാഹാരത്തിന് കവിതയ്ക്കുള്ള വാർഷിക അവാർഡ് നൽകി. വിട എന്ന ചിത്രത്തിന് 1971 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. അതേ വർഷം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഈ സമാഹാരത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ കൃതിയായ മകരക്കൊയ്ത്ത് 1981 വയലാർ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു. മദ്രാസ് സംസ്ഥാന സർക്കാർ അവാർഡ്, കല്യാണി കൃഷ്ണമേനോൻ പ്രൈസ്, MP പോൾ പ്രൈസ് എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം വൈലോപ്പിള്ളി കവിത അവാർഡ് എന്ന പേരിൽ വാർഷിക സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ സാംസ്കാരിക കാര്യ വകുപ്പ് തിരുവനന്തപുരത്തെ നന്ദൻകോട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ആർട്ട് ഗാലറി, മ്യൂസിയം, ബ്ലോക്ക് എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടിപർപ്പസ് കൾച്ചറൽ കോംപ്ലക്സ് നിർമ്മിച്ചു. കവിയുടെ ബഹുമാനാർത്ഥം സമുച്ചയത്തിന് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ എന്ന് നാമകരണം ചെയ്തു. മ്യൂസിയം ബ്ലോക്കിൽ ഒരു വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.